അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ, മോനെ, ഞാൻ പോയിട്ട് വരാം. രാവിലെ തന്നെ ഷമ്മാസ് അതാ പുത്തിൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കാര്യം മറ്റൊന്നുമല്ല, നാളെ നുസൈബയുടെ വല്യമ്മയുടെ വീട്ടിൽ കുടിയിരിക്കലാണ്. മോനെ, എൻ്റെ കുട്ടി ഇത്ര രാവിലെ തന്നെ പോവാണോ? ഉമ്മ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. പിന്നെ ആയിക്കോട്ടെ മോനെ, എല്ലാ കാര്യങ്ങളും ഉമ്മ ഒക്കെ റെഡിയാണ്, ക്ലിയറാണ്. ഞാൻ പറയാനുള്ളവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, കുറച്ച് ഇപ്പോൾ ലേറ്റ് ആവട്ടെ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരാം. ഇല്ല മോനെ, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഒന്നും വേണ്ട. എന്നമ്മ ഞാൻ പോയിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷമ്മാസ് പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ഇറങ്ങി നുസൈബയുടെ വല്യമ്മയുടെ വീട്ടിലേക്ക്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവിടെ എത്തിയപ്പോൾ ഷമ്മാസ് കണ്ട ആ ഒരു മനോഹരമായ കാഴ്ച, ഒരു നിമിഷം അവൻ പടച്ച റബ്ബിനെ സ്തുതിച്ചു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ റബ്ബേ റഹ്മാനെ, ഇത്രമാത്രം ഈ വീട് മനോഹരമാകുന്നെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ശരിക്കും ഒരു അടിപൊളി ലുക്കിൽ മുറ്റത്താകെ നല്ല രീതിയിൽ ഇൻ്റർലോക്കെല്ലാം ചെയ്ത് ഗ്രാസുകളെല്ലാം പതിപ്പിച്ച് അതിമനോഹരമായ രീതിയിൽ ഗാർഡനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. യാ അല്ലാ, ഇത്രമാത്രം മനോഹരമാക്കി തന്നല്ലോ നീ, എല്ലാം നിന്റെ കാരുണ്യം. എന്നാൽ ഒരിക്കൽ പോലും നുസൈബയുടെ വീട്ടുകാർ അങ്ങനെയൊന്നും വീടാകുന്നത് വിചാരിച്ചിട്ടേ ഇല്ല. ശരിക്കും ഒരു ലക്ഷറി ലുക്കിലായിരുന്നു ആ ഒരു വീടിൻ്റെ ഭംഗി. അതിമനോഹരമായ ചെടികളെല്ലാം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡനിങ്ങിൻ്റെ കാര്യം പെട്ടെന്ന് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതൽ പണിക്കാരെ വെച്ച് അത് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ വീടിരിക്കലാണ്. യാ അല്ലാ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അവൻ വീണ്ടും ആ വീട് നോക്കി പലവട്ടമായി അത് പറഞ്ഞു. പണിക്കാരൊന്നും എത്തിയിട്ടില്ല. അതിരാവിലെ തന്നെയാണ് ഇങ്ങ് പോകുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള പണിക്കാരൊക്കെ എത്തിത്തുടങ്ങി. ബോസ് എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? എന്തായി കാര്യങ്ങളൊക്കെ? ഏകദേശം എല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ചില അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. പിന്നെ പന്തലിൻ്റെ കാര്യം, ഓഡിറ്റോറിയം കുറച്ച് അപ്പുറത്തായതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാരെ വിളിക്കുന്നത് കൊണ്ടും ഇവരുടെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു പ്ലേസ് ഉണ്ട്, നല്ലൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് പന്തലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഇന്ന് തന്നെ കഴിയൂല. ഒക്കെ ഇപ്പോൾ കഴിയും, ഉച്ചയോട് കൂടെ എല്ലാം ഫിനിഷ് ആവും കേട്ടോ. ഓക്കെ. ഷമ്മാസ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ മോളെ സമീറ, അവൾ ചായയും കടിയും എല്ലാം ഉണ്ടാക്കി വെച്ച്. പക്ഷേ ഷമ്മാസ് അത് കുടിച്ചിട്ടില്ലായിരുന്നു. ഉമ്മ, അത് ഷാമോനൊന്നും കഴിച്ചില്ലല്ലോ. മോളെ, അത് രാവിലെ പോയി, മണി വരണേ വന്നിട്ട് കഴിച്ചോളൂ. ഉമ്മ, ഞാൻ കുറേ കടിയൊക്കെ ഉണ്ടാക്കി. മോളെ, അത് സാരമില്ല, ഷാമോ ഇനിയിപ്പോൾ വരികയാണെങ്കിൽ നേരം വൈകും. ഓനാ കട്ടൻ ചായ അടിച്ചാണ് പോയതാണ്. ഓന് പുറത്തൊന്നും കഴിക്കാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നും വീട്ടിൽ നിന്ന് തന്നെയല്ലേ എല്ലാം നല്ല മട്ടത്തിന് രാവിലെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് എൻ്റെ കുട്ടി പട്ടിണില്ലാതെ പോകുന്നുണ്ട്. എന്തായാലും വേണ്ടേ മോളെ, വെച്ചുണ്ടാക്കാൻ അടുപ്പത്തൊരാളും വേണ്ടേ? സാധനം പൈസയും കുറേ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തടിക്ക് ആരോഗ്യം കൂടി വേണ്ടേ? എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഏതായാലും എൻ്റെ കുട്ടി വീടൊക്കെ റാഹത്തായി. മോളെ, ഇൻഷാ അല്ലാ നമുക്ക് സുബീക്ക് 4 മണിക്കാണ് പോവല്ലേ? ഉമ്മ, ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. മോളെ, എന്നാ ഒരുങ്ങിക്കോ, 9 മണിക്കല്ലേ നമ്മൾ ബുക്ക് ചെയ്തത്. ഉമ്മ, അപ്പോഴേക്കും അവൾ എല്ലാ ജോലികളും തീർത്തിരുന്നു. ഉച്ചയ്ക്കുള്ള ചോറും കറിയും എല്ലാം അവൾ ആക്കി വെച്ചു. അടിച്ചുവാരലും തുടക്കലും മുറ്റമടിക്കലും എല്ലാം 8 മണിയായപ്പോഴേക്കും ആ മിടുക്കി പെണ്ണ് തീർത്തിരുന്നു. മോളെന്ന് തുടക്കൊന്നും വേണ്ട, എന്നും ഇപ്പം എന്താ ഇവിടെ തുടക്കാൻ? കുട്ടികളും മക്കളും ചവിട്ടി ചളിയാക്കാൻ അതില്ല. ഒരു കച്ചറി, ഒരു മുട്ടായി കടലാസും ഇല്ല. പിന്നെ ഇപ്പം എന്താ, മതി, തുടച്ചത് മതി. അല്ലമ്മ, അത് നമ്മളിപ്പോൾ ഷാമോനൊക്കെ ചെരുപ്പിടാതല്ലേ നിസ്കരിക്കാനൊക്കെ ഊതുകൊടുക്കലൊക്കെ പോകുമ്പോഴൊക്കെ അത് നമുക്കൊരു മോളെ ഒരു ദിവസം തുടച്ചിലായിട്ടൊന്നും വരില്ല. അത് സാരല്ലമ്മ. അവൾ ശീല കൊണ്ട് തന്നെ ഓരോ റൂമും മുക്കി തുടക്കുന്നു. ഓരോ റൂമിലേക്കും ഓരോ ബക്കറ്റ് വെള്ളമാണ് അവൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളവുമായിരിക്കും. ഉമ്മാക്ക് അതെല്ലാം കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. റബ്ബേ, പഠിച്ചവനായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയെ എനിക്ക് ഇറക്കി തന്നത്. മോളെ സമീറ, അത് മതിയേ,
ഇനി അവിടെ വെച്ചാളാ, ബാക്കിയൊക്കെ നാളെ എടുക്കുക. എന്നും തന്നെയല്ലേ പണി. ഉമ്മ കുഴപ്പമില്ലമ്മ, എടുക്കുന്നതല്ലേ വൃത്തിയിലെടുക്കാൻ ഞാൻ എനിക്ക് പറ്റൂല. മോളെ ആ പാത്രമൊക്കെ ഉണ്ട് ഔത്തുനിന്ന് ചുയറ്റി വെച്ചാൽ പോരെ. അല്ലുമ്മ, അത് അകത്തുനിന്ന് എത്ര കഴുകുകയാണെങ്കിലും ആ പുറത്തുനിന്ന് ഒന്ന് കരിയിട്ട് മോറിനാണുമ്മ എനിക്കിഷ്ടം. അങ്ങനെ ആകുമ്പോൾ കണ്ടില്ല പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും. പൊന്നു മോളെ, എന്തിനാണ് എൻ്റെ കുട്ടി വെറുതെ അത്രയും. ഇല്ലമ്മ, എനിക്കതൊക്കെ ഒരു ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ സമീറ അത് പുത്തൻവീട് തറവാട്ടിലേക്ക് ഏറ്റവും നല്ല ഒരു പെണ്ണായി വന്നിരിക്കുന്നു. എന്നാൽ ഈ സമയം നാസറിൻ്റെ പെങ്ങന്മാരൊക്കെ പറയുകയാണ്, കൊടന്നോ, കൊണ്ടെന്നോളെ, അനക്ക് ഇവിടെ 4 നേരം വെച്ചുണ്ടാക്കി തരാൻ ഞങ്ങളെ കൊണ്ടൊന്നും ആവൂല. ഉമ്മയും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളെ പണി തന്നെയല്ലേ എല്ലാവരും കൂടി ഓളെ ആട്ടി പറഞ്ഞയച്ചത്. ഇപ്പം എന്തായി? നിങ്ങളോട് അനുഭവിക്കേ. ഇനിയിപ്പോൾ ഓള് വിളിച്ചാൽ വരുമോ? എനിക്ക് തോന്നിയില്ല. അതെന്താ, നാസർ പോയാൽ വരാതിരിക്കുമോ? ഒന്നുമില്ല, എന്തായാലും ഓള് വരും, വരാതിരിക്കൊന്നുമില്ല. ഓൾക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഓളെ മാപ്പിള വിളിച്ചാൽ ഓള് വന്നില്ലേ പിന്നെ ഓളെ പെണ്ണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് പെണ്ണാണത്? ഏതെങ്കിലും സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെ ചെയ്യുമോ? ഭർത്താവിന് ഒറ്റക്കിട്ട് അവിടെ അങ്ങനെ സുഖമായി നിൽക്കുമോ? എന്താന്നില്ലേ, വലിയ മാപ്പിളിനെ സ്നേഹിക്കലായിരുത്തേനു, രണ്ടാളും വാടകയ്ക്കൊക്കെ പോയിനു. ഇപ്പം എന്തായി? അല്ലേ ഭർത്താവിൻ്റെ സ്ഥിതി എന്താന്നോ എന്താ ഏതാന്നോ ഒന്നും ഓള് വിളിച്ചു നോക്കൂല. എന്താ സാധനമെന്നോ? റാഹില ഓരോന്ന് പറയുകയാണ്. ആടി, നിങ്ങളെല്ലാവരും കൂടി ഓളെ ആട്ടി പറഞ്ഞയച്ചിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വിളിക്കുക എന്താന്നില്ലേ? നിങ്ങളൊക്കെ ഓരോ വർത്താനം കേട്ട വിചാരിച്ച് ഓളെന്താ വലിയ തെറ്റ് ചെയ്തു പോയതാണ്. നിങ്ങളെല്ലാവരും കൂടി പണിയന്നല്ലേ, വേണമെങ്കിൽ കൂട്ടിക്കൊടുന്നോളി, ഞാൻ പോകൂല. ഉമ്മ, നിങ്ങൾക്കല്ലേ പരിചയം പുത്തൻവീട് തറവാടൊക്കെ, നിങ്ങൾക്ക് പോയിക്കൂടെ? നിങ്ങൾക്ക് ഐശ്വര്യം എന്തൊക്കെ തന്നിക്കണ്, പർദ്ദായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ തന്നില്ലേ? പർദ്ദ അത് ഓൾക്ക് തന്നാണ് സമീറാക്ക്. അത് ഞാൻ എൻ്റെ മോൾക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഒക്കെ ഓൾക്കുള്ള തന്നെയാണ് തന്നത്. ഓള് കണ്ടറിഞ്ഞ് ഓൾക്ക് അവിടുത്തെ ഐശ്വര്യ തരികയാണ്. ഞാനായതുകൊണ്ട് നിങ്ങൾക്ക് തന്നാണ്. സത്യം പറഞ്ഞാൽ പുത്തൻവീട് തറവാട്ടിൽ സമീറയുള്ളത് നല്ലൊരു ഐശ്വര്യമായി മാറിയിരിക്കുന്നു. എന്നാൽ റാഹിലയുടെ വീട്ടിൽ നിന്ന് അവൾ പോയത് അവർക്ക് വലിയൊരു നഷ്ടവുമായി. നാസറിനെ നിരന്തരം അവർ പറയുകയാണ്. രാവിലെ ചായക്ക് വേണ്ടി നാസർ വന്നു നിന്നപ്പോൾ റാഹിലയുടെ വാക്ക്, അല്ല എന്തപ്പോ ചായയും കടുന്നില്ല ഇവിടെ? ചായയും കടി ഉണ്ടാക്കാനേ പെണ്ണുങ്ങളെ പണി കൂട്ടിക്കൊടുന്നോ? അല്ലാതെ ആങ്ങളാർക്ക് കല്യാണം കഴിഞ്ഞ ആങ്ങളാർക്ക് ചായയും കടി ഉണ്ടാക്കാറല്ല പെങ്ങന്മാരെ പണി. റാഹില അത് പറഞ്ഞുകൊണ്ട് അവളുടെ പണിക്ക് പോയി. അവളുടെ പണി മറ്റൊന്നും അല്ലായിരുന്നു, പൊന്ന് കണ്ടെത്തുക, കിളക്കാൻ പോവുക. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? നിങ്ങൾക്ക് എന്തിനാണ് ഇവിടെ നിങ്ങൾ കൊത്തിക്കളക്കണത് ആവശ്യമില്ലാതെ? എന്തേ ഒരു കാര്യം എൻ്റെ തിരക്കിടില്ല. കാക്ക, എന്നോട് കൂടുതൽ നിങ്ങൾ പറയണ്ട, കാര്യം കിട്ടുമ്പോൾ ഞാനത് പറയണ്ട്. അതൊക്കെ വലിയൊരു കാര്യം ഉണ്ടായിട്ടുതന്നെയാണ് അതിന് ഞാൻ നിൽക്കുന്നത്. റാഹില ചുരുക്കി പറഞ്ഞാൽ അവിടെ കിളച്ച് ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം. എങ്ങനെയെങ്കിലും മുസ്ലിം തങ്ങളെടുത്ത് പോകണം, പോയിട്ട് പറയണം, തങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കളച്ചു മറിച്ച് എൻ്റെ കൈകളൊക്കെ തഴമ്പ് വന്ന് പൊട്ടിയിക്കണ്. ഇനി എന്നെ കൊണ്ട് കഴിയൂല, അത്രക്കും വലിയൊരു സ്വത്താണ് ഞങ്ങളുടെ നഷ്ടപ്പെട്ടത്, നിങ്ങൾ എങ്ങനെയെങ്കിലും അത് എടുത്തു തരണം. റാഹിലയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത, തങ്ങളുടെ അടുക്കൽ പോകണം, അല്ലാതെ കാര്യങ്ങൾ നടക്കൂല. എന്നാൽ ഈ സമയം അതാ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് സമീറ മാറ്റിയൊരുങ്ങി. പൊന്നു മോളെ, ഈ പർദ്ദട്ടപ്പോൾ എന്ത് മൊഞ്ചാണ് പെണ്ണെ നിന്നെ കാണാൻ. സത്യമായിട്ടും ശരിക്കും ഒരു അറബിച്ചാളെ പോലെ തന്നെ ഉണ്ട്. അത് കേട്ട് സമീറ ഒന്ന് ചിരിച്ചു. ഉമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അതേ മോളെ, ഇത്ര തടിയും വലിപ്പമുള്ള അറബിച്ചാളെ ഞാൻ കുറേ കണ്ടിക്കണ്. ഓല് ഈ സൈസ് പർദ്ദ അങ്ങോട്ട് ഇടുമ്പോഴേ വല്ലാത്തൊരു മൊഞ്ചാണ്. ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിയ പർദ്ദല്ലേ, അതുകൊണ്ട് തന്നെ ഇട്ടിട്ട് ശരിക്കും ഇത് വലിയൊരു പണക്കാരത്തി പെണ്ണിൻ്റെ പോലെ തോന്നണം എനിക്ക്. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ വെറും ഒരു വേലക്കാരി പെണ്ണല്ലേ. മോളെ, നിന്നെ വേലക്കാരത്തിൻ്റെ രീതിയിലൊന്നും ഞാൻ കാണില്ല കേട്ടോ. എനിക്ക് ഇവിടുത്തെ മോളെ പോലെ തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ അതല്ല എന്നോട് ഞാനിങ്ങനെ മതിയോ പറഞ്ഞത്. ഈയാണെ നിൽക്കാതെ പണിയെടുക്കുകയും ചെയ്യും. ഉമ്മ, ഒന്നും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളിവിടെ ഇടന്നല്ലോ നിൽക്കാൻ, അതന്നെ വലിയത്. എന്നാൽ ഈ സമയം അതാ സമീറക്കുള്ള ചായ്പ് അവർ പോയി നോക്കുകയാണ് റാഹില. അതെ കാക്ക, അങ്ങോട്ട് വരി, ഇവിടെ സമീറാക്ക് പറ്റിയൊരു സ്ഥലമാണിത്. ഇത് ഈ പെരൻ്റെ പുറമ്പോക്ക് ഭാഗമാണ്, നമ്മൾ ഉപയോഗിക്കണില്ലെന്നുള്ളൂ. കുറച്ചു കാലം വിറകും തേങ്ങയും ഓലയും കൂടി ഇതൊക്കെ ഇട്ടീനു, ഇപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെ റൂം കിടന്നോളൂ. ഇതാ സമീറാനെ ഈ ചായ്പ് കെടുത്താൽ
ഓളോട് ഇവിടെ ഒക്കെ ഒന്ന് നല്ലോണം അടിച്ചൊരു തട്ടിക്കൊട്ടി നന്നാക്കാനൊക്കെ പറയാം. ഇവിടെ ആണെങ്കിൽ ആകപ്പാടെ ചെതൽ പിടിച്ച് കിടക്കുകയാണ്. പാമ്പും ജന്തുക്കളൊക്കെ ഉണ്ടാവും. ഓളെന്നെ വന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. അവൾക്ക് നല്ലോണം ക്ലീനിങ് വെക്കും. എന്തേ ഒരു നിമിഷം നാസർ ഞെട്ടി. റായില, ഇതിപ്പോൾ സെമീറക്ക് പകരം ഇജ്ജ് കിടക്കേണ്ടതാണ് തോന്നുന്നത്. ഓള് വരും തോന്നുന്നില്ല. ഇക്കാക്ക നിങ്ങളൊന്ന് പോയി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ധൈര്യമുള്ള ഒരു ആണാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളൊന്ന് പോയി നോക്കൂ. ആണാണോ എന്ന് ഇന്ന് തെളിയും. ശരിക്കും പെങ്ങളുടെ ആ ഒരു വെല്ലുവിളി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷെറീനയും എത്തി. ഓ എത്തിയോ? ഉമ്മ ചോദിച്ചു. എന്താ അമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? അവനാൻ്റെ മക്കൾ പെരേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ അല്ലേ ഇങ്ങനെ കുട്ടികളും മക്കളും ഒറ്റ ദിവസം കൊണ്ടുവന്നത് ഒറ്റക്ക് കൊണ്ട് വരും ഒരു പോകും അങ്ങനെ ആയിട്ട് ചോദിച്ചല്ല. ഇജ്ജ് കയറി വരുന്നതിനല്ല. അല്ല എന്തായി സെമീറാൻ്റെ കാര്യം? അതും കൂടിയാണ് ഞാൻ വന്നത്. പുത്തൻവീട് തറവാട്ടിൽ ഓള് സുഖമായി വാഴണം. ഓളവിടെ നിർത്തണ്ട. ഓളോണ്ട് കൂട്ടിക്കൊടുന്നോളി. ഇവിടെ പെരി ഒരു ചായൻ്റെളം തിളപ്പിച്ച ഒരാളില്ല. വേഗം പോയി കൊടുന്നോളി. ഉമ്മ നാൾ പറഞ്ഞു. ജമീല താത്ത എൻ്റെ അമ്മായിമ്മ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഒരു വെടുപ്പും വൃത്തിയല്ലോ ചോദിച്ചു. ആയിഷോ, ഓ വല്ലാത്തൊരു ചൊറുക്കുണ്ട് പുത്തൻവീട് തറവാട് ഇപ്പോൾ കാണാൻ. അതെന്തിയേ ജമീല? അല്ലേ ഇവിടുത്തെ മിറ്റും തൊടും ഒക്കെ കൂടി കാണാൻ എന്ത് രസം. അത്രയും വലിയ മിറ്റമ്മട്ടം ക്ലിയറായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലോ കൈ അങ്ങോട്ട് ചെന്നിട്ട് തന്നെ. ആടി എൻ്റെ പുതിയ പെണ്ണ് ഇവിടത്ത് വന്ന പെണ്ണ്, ആ പെണ്ണ് കുറ്റിച്ചൂലോണ്ടാണ് അടിച്ചു വരല്. നല്ല മുക്കും മൂലയൊക്കെ നല്ലോ അടിച്ചൊരു വൃത്തിയാക്കി അങ്ങനെ കൊണ്ട് നടക്കും. ഒരു പുല്ലോ കച്ചറയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അകും അങ്ങനെ തന്നെ. ആലേ പുത്തൻവീട് തറവാട് ഇത്രയും മിനുസാലില്ലല്ലോ. എന്തോ ഒരു മിനുസത്. ക്ഷീലോണ്ടാ തുടക്കണതേ. മോപ്പ് എടുക്കൂല, ആ വടി എടുക്കുകയില്ല. നല്ലോ പീഞ്ഞ് തുടച്ച് അത് ഓരോ റൂമുക്ക് ഓരോ ബക്കറ്റ് വെള്ളമാണ് എടുക്കുന്നത്. അങ്ങനെ ഓള് തുടച്ച് നന്നാക്കണത്. പാത്രം ഒരൊറ്റ സിങ്കെന്ന് മോറിവെക്കണ പരിപാടില്ല. അതൊന്നും എടുത്താൽ പുറത്ത് കൊട്ടത്തലത്ത് പോയിക്കാണ്ട് കരി ഇങ്ങോട്ട് അടുപ്പെന്നുള്ളതുകൊണ്ട് കോരും. അടുപ്പൊന്ന് കോരിയാക്കണു. അവിടെ ഒരു പഴയ അമ്മ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് അമ്മേനു. ഓളിനോട് ചോദിച്ചു, അമ്മ ഈ അമ്മ ആവശ്യമുണ്ടോ? ഇല്ല മോളെ, അത് പഴയ പണ്ടത്തെ പേരത്തെ അമ്മയായിരുന്നു. അതവിടെ അങ്ങനെ ഒരു പൂതി കിട്ടതേനു. എന്നാ അമ്മത് ഞാൻ എടുക്കട്ടെ. എന്തിയെ മോളെ? കരി പൊടിക്കാനാണ്. ഓളിഞ്ഞിട്ടുണ്ടല്ലേ ഈ ചകിരിയൊക്കെ അടുപ്പത്ത് നിന്ന് കോരി എടുത്തുകാണ്ട് ആ അമ്മയമ്മ കൊണ്ടുപോയിക്കാണ്ട് നല്ലോ ഇങ്ങോട്ട് അരച്ച് മിനുസാക്കിയിട്ട് ശീലോണ്ട് ഒന്നും ഇങ്ങോട്ട് തൊട്ടാൽ കുടുക്കം ഇങ്ങോട്ട് വരുത്തുമ്പോൾ പൊന്നാരേ അതിൻ്റെ ഒരു നിറം എന്താണോ വെട്ടി തിളങ്ങുക. ശരിയാണ് ഐശോ, എൻ്റെ പെരീത്തെ അലുമണിക്കുടുക്കൊക്കെ സ്റ്റീല് പോലെ അയക്കണ്. അതൊക്കെ ഓളെ കയ്യിൻ്റെ ഇതുകൊണ്ട് പഠിച്ചോ. ഓൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എന്നാലും സമീറ നല്ല കുട്ടി തന്നെയാണ്. ഓള് ഇവിടെ എത്തിയല്ലോ അല്ലേ? അവിടെ നിൽക്കണേക്കാളും ഭേദം ഇവിടെ നിൽക്കുക തന്നെയാണ്. അവിടെ പോലെ പെരക്കാരൊക്കെ ഒരു കഥ എണ്ണി ഇപ്പോഴും ഇടങ്ങാറാക്കിക്കൊണ്ടാണ് ആ കുട്ടീനെ. പെണ്ണിന് ഇവിടെ നിൽക്കുക തന്നെ നല്ലത്. അങ്ങനെ ഉമ്മ പറഞ്ഞത് ഷെറീനെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നല്ല സുഖമാണ്. അവിടെ ഇപ്പോൾ ഭയങ്കര വെടുപ്പും വൃത്തിയാണ്. കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇവിടുത്തെ വൃത്തി പോയില്ലേ, കണ്ടില്ലേ? അവിടെയും ഇവിടെ ഓരോന്ന് കിടന്നിട്ടും ശീല കിടന്നിട്ടും പുല്ല് മുളച്ചിട്ടും മിറ്റും തോടും ഒക്കെ പാടൊരു കഥ. എന്താറായില്ല എനിക്ക് ഈ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരിയാൽ. താത്ത എനിക്ക് അതിനേക്കാളും വലിയ പണി അവിടെ ഉണ്ട്. അതിലുമ്മ പറഞ്ഞു, ഇജ്ജിപ്പോൾ ആരോടാ പറഞ്ഞത് മിറ്റടിച്ചു വരുന്ന കാര്യം? ഓള് ചൂല് തൊടൂല. ഞാൻ എപ്പോഴേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങനെ അടിച്ചു വരുമെങ്കിലും ആയി. ഒരു പണിക്കും ഓളെ പറ്റൂല. ഓളിങ്ങനെ അത് കളച്ചുകൊണ്ട് അടുക്കാൻ തിരക്കിടില്ല. എന്താന്നാവോ കളിച്ചിട്ട് വലിയ പൊന്നേറ്റുണ്ടാകുന്നാവോ. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷെറീനയും റാഹിലയും ഒരു നിമിഷം ഞെട്ടി. അവർ മുഖത്തോട് മുഖം നോക്കി. റബ്ബേ, അറിഞ്ഞിക്കണാവോ? ഇപ്പോൾ അഥവാ അറിഞ്ഞാൽ പറയും വേണ്ടിരില്ല. എന്നാൽ ഈ സമയം അത് സമീറ മാറ്റിയൊരുങ്ങി. അപ്പോഴേക്കും ഓട്ടോ എത്തി. റഷീദിൻ്റെ ഓട്ടോ വിളിച്ചിട്ടില്ലായിരുന്നു. ഉമ്മ അത് വേണ്ട, നാത്തൂൻ്റെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് അത് പറഞ്ഞപ്പോൾ വേറൊരു ഓട്ടോയെ വിളിച്ചു. ഈ കാര്യം ഷമ്മാസ് ഒന്നും അറിയില്ല. ഷമ്മാസ് ഏതായാലും വൈകുന്നേരമൊക്കെയല്ലേ എത്തുള്ളൂ എന്ന് വിചാരിച്ചു. ഉമ്മ ചാവി അതാ വാതിൽ പൂട്ടി ചാവി എടുത്ത്, മോളെ എന്നാ ഇത് ആ ബാഗിലിട്ടാളാ, അല്ലെങ്കിൽ വേണ്ട ഇവിടെ എവിടെയും വെക്കാം. ഉമ്മ അത് എന്ത് ചെയ്യേണ്ടി? ബാഗിലിടണോ അതോ അവിടെ വെച്ചാൽ മതിയോ? ഇനിയിപ്പോൾ ഷാമോനൊറ്റ കയറിയാണെങ്കിലേ. ഉമ്മ അപ്പോൾ തന്നെ ചാവി അതാ ഷമ്മാസിൻ്റെ ബുള്ളറ്റിൻ്റെ ആ ഫ്രണ്ടിലായിട്ട് മറച്ചു വെച്ചു. അവനിപ്പോൾ കാറ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബുള്ളറ്റ് എടുക്കുന്നില്ല. അവിടെ നിന്നോട്ടെ. ഇനിയിപ്പോൾ വിളിക്കുകയാണെങ്കിൽ അവിടെ ഇട്ടു. നമ്മളിനി പോയി കഴിഞ്ഞാലേ എപ്പോഴാണ് എന്തൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ഓട്ടോ വന്നു. അവർ രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ കയറി.
ഗേറ്റ് പതുക്കെ ചാരി അവർ പോയി ഹോസ്പിറ്റലിലെത്തി നല്ല ടോക്കണും തിരക്കും ഉണ്ടായിരുന്നു. ഏതായാലും ബുക്ക് ചെയ്തതുകൊണ്ട് അധികമൊന്നും ഇരിക്കേണ്ടി വരില്ല, എന്നാലും തിരക്കുണ്ട്. മോളെ എനിക്ക് വിശക്കുന്നുണ്ടടി, എന്തെങ്കിലും ഹോട്ടലിൽ പോയി തിന്നേനു. ഉമ്മ എനിക്കൊരു വിശപ്പില്ല ഉമ്മ. അല്ലേ ഇജ ഒരു ദോശ കടിച്ചു കൂട്ടിയതാണ്, എനിക്കെന്താ 1-2 ദോശയൊക്കെ ഞാൻ തിന്നാലേ? ഇജെല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് തിന്നണേ ഇല്ലല്ലോ, ഇങ്ങനെ ആവരുത് കേട്ടോ മോളെ. അങ്ങനെ ഏതാ അവരുടെ ടോക്കൺ ടൈം എത്തി. സെമീറ, ആ ഐഷുമ്മയും അവളും അകത്തേക്ക് കയറി. ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി ഉമ്മ? എന്തു പറ്റി മോൾക്ക്? എന്തു പറ്റി മോളെ കാണുമ്പോൾ തന്നെ എന്താ ഡോക്ടർ തോന്നുന്നത്? മോള് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആരോഗ്യ പ്രശ്നം വിചാരിച്ച് കണ്ട് ഓൾക്കൊന്നുമില്ല, അവൾ ഈ തടി കുറച്ച് കൂടുതലാണ്. ആ അത് ശരി. എന്തെങ്കിലും പ്രഷർ, ഷുഗർ, പ്രമേഹം അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഷുഗറും കൊളസ്ട്രോളൊന്നും നോക്കിയിരിക്കണം മോളെ. എന്തായാലും നമുക്കൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാം കേട്ടോ മൊത്തത്തിൽ. അതിലൊരു തൈറോയിഡും ഒക്കെ മൊത്തത്തിലുള്ളൊരു ചെക്കപ്പ് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാൻ റിസൾട്ട് നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, എന്നാൽ എന്താ പേര് പറഞ്ഞത്? എൻ്റെ പേര് സെമീറ. വയസ്സെത്ര മോളെ? 28. ആ ഓക്കെ. ഭർത്താവിൻ്റെ പേരെന്താ? ഒരു നിമിഷം. അവൾ. അതൊന്നും എഴുതണ്ട, നിങ്ങൾ തൽക്കാലം ഇത് എഴുതിക്കോളി, ഐഷുമ്മയുടെ ആ ഒരു വാക്ക്. ആ ഓക്കെ. എന്നാൽ സ്ഥലം പുത്തൻവീട് തറവാടിൻ്റെ ഇനീഷ്യലും സ്ഥലവും അഡ്രസ്സും തന്നെയാണ് കൊടുത്തത്. ആ ഓക്കെ. ബ്ലഡ് ഒന്ന് നോക്കിയിട്ടേ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യട്ടോ. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതൊന്നുമില്ല. ആ ചില ആളുകൾക്ക് ആരോഗ്യപരമായിട്ട് നല്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ അവരൊക്കെ അധികം തടി അനങ്ങാതെ നിൽക്കുമ്പോഴേക്കാണ് പ്രശ്നങ്ങൾ വരിക. എന്നാൽ ഡോക്ടറോട് പറഞ്ഞു, പൊന്നാര ഡോക്ടറെ, ഈ കുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓള് തടി നല്ലോ അനങ്ങലുണ്ട്. എല്ലാ പണി നേരം വെളുക്കണതിന് മുമ്പ് നീച്ച് കഴിച്ച് അങ്ങനെയാണ്, അടങ്ങിയോള് നിൽക്കൂല. ഇതല്ലെങ്കിൽ ഒരു പണി, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വിറക് പണിയും കാര്യങ്ങളും അതൊക്കെ ചെയ്തുകൊണ്ടാണ്. ഉമ്മ അതിന് വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യാം, അതൊക്കെ ഓക്കെ, ഒന്നും ശരിയാണ്. പക്ഷേ നമ്മൾ ഒരുപാട് അനങ്ങിയതാക്കി എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ എന്തുകൊണ്ടാണ് തടി കൂടുന്നതെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അതിനുള്ള മെഡിസിനെ കുടിക്കുമ്പോൾ അതൊക്കെ റെഡി ആയിക്കോളൂ. ഓക്കെ. അങ്ങനെ അതാ അവൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്നു, ലാബിലേക്ക് പോകുന്നു അതിന് വേണ്ടിയിട്ട്. ഉമ്മ പറഞ്ഞു, മോളെ പേടിക്കണ്ട, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, ഓൾക്ക് അളവും കാര്യങ്ങളും ഒക്കെ നോക്കണ്ടല്ലോ, അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് ബ്ലഡ് കൊടുത്ത് ഉമ്മയും ഐഷുമ്മയും സമീറയും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ റിസൾട്ട് കിട്ടും കേട്ടോ. മോളെ നമുക്ക് കുറച്ച് ചായൻ്റെ വെള്ളം കുടിച്ചു വരാം. അല്ലമ്മ എനിക്ക് വേണ്ട, ഞാൻ ബാഗിൽ കുറച്ച് വെള്ളം കരുതിയിരിക്കണം തിളപ്പിച്ചാറ്, ഉമ്മാക്ക് ഇത് കുടിച്ചോളി, ഇത് ഉമ്മാക്ക് വേണ്ടി കരുതി എടുത്തതാണ്. പൊന്നു മോളെ എനിക്ക് വേണ്ടിയിട്ടല്ല, അല്ലേ ഇനിയിപ്പോൾ 1 മണിക്കൂർ. അല്ലമ്മ ഒന്നും കുഴപ്പമില്ല, ഇതമ്മ ഈ വെള്ളം കുടിച്ചോളി, ഇത് നിങ്ങൾക്ക് വേണ്ടി അടുത്തതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം എന്നൊക്കെ നാളെ ഡോക്ടർ പറഞ്ഞിരുന്നു പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനിത് എടുത്തത്. അമ്മ ഇത് കുടിച്ചോളി. തിളപ്പിച്ചാറിയ ആ വെള്ളം അവൾ ഉമ്മക്ക് നൽകി. ഉമ്മ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബേ എൻ്റെ കാര്യത്തിൽ വരെ ഓള് ഭയങ്കര സൂക്ഷ്മതയാണ്. ഉമ്മ വെള്ളം കുടിച്ചു. പാവം പെണ്ണ്, റബ്ബേ എന്തോ ഒരു കഷ്ടമാണ്. ഭർത്താവുണ്ട്, നാത്തൂമാരുണ്ട്, അമ്മായിയുമുണ്ട്, ഉമ്മയും ബാപ്പയില്ല, ആങ്ങളാരുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അതിൻ്റെ ജീവിതത്തിലൊരു സുഖവും സമാധാനവും കിട്ടിയിട്ടില്ല. കണ്ടാ അറിയാം. എന്തിനാ റബ്ബേ ഇങ്ങനെ ആട്ടി പറഞ്ഞയച്ചതാണല്ലോ പെരീന്ന്, പൊയ്ക്കോ എൻ്റെ മുഖം പോലും കാണണ്ട റബ്ബേ. അങ്ങനത്തോലൊക്കെ പറ്റി റബ്ബേ ഓരോ ചരിത്രങ്ങളൊക്കെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരാൾക്കാരാണ്. ജാഹിലിയ്യ കാലത്ത് അങ്ങനെ തന്നെ അല്ലേ, പെണ്ണുങ്ങളെ കണ്ടുകൂടല്ലോ, പെൺകുട്ടി പിറന്നാൽ കൊഴിച്ച് മൂടുക. അങ്ങനെ എത്ര പെൺകുട്ടികളാണല്ലോ കൊന്നക്കണത്. അതിൽ ഒരു സ്വഹാബി ഒന്നും കണ്ട് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ കുറേ പെൺകുട്ടികളെ കൊന്നക്കണ്, ഒരുപാട് ഓരോ പെൺകുട്ടികളുണ്ടാകുമ്പോൾ ഞാൻ ജീവനോടെ കൊഴിച്ചു മൂടും. അപ്പോഴും ഹബീബ് പറഞ്ഞത്, അറിവില്ലാത്ത കാലത്തല്ലേ, സാരല്ല, അതിനൊക്കെ പകരമായിട്ട് ഈ ഓരോ ഒട്ടകത്തിനെ ഹദിയ നൽകണം, ഓരോ കുട്ടിക്കും പകരമായിട്ടും, എന്നാൽ എൻ്റെ ദോഷം പുറത്തോളുന്ന്. അന്ന് അങ്ങനെ ഒരു കാലം. ഏതായാലും നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെയാണ് നിർത്തിച്ചു.
പെണ്ണുങ്ങളെന്ന് വെച്ചാൽ പലർക്കും ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വരെ മനുഷ്യരെ കൂട്ടത്ത് വരെ സ്ത്രീകളെ പെടുത്താത്ത കാലം ഉണ്ടായിരുന്നില്ല ആ ജാഹിലിയ കാലത്ത്. പെണ്ണുങ്ങൾ പറഞ്ഞാൽ മനുഷ്യരല്ല. അങ്ങനെ ഏതായാലും നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൻ്റെ ശേഷം റബ്ബേ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഓരോ ചരിത്രങ്ങളൊക്കെ ഉണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ. പാവം അതിൽ പെട്ടൊരു പെണ്ണെന്നല്ലേ ഈ പെണ്ണും. എല്ലാവരും കൂടി ഓളെ പന്ത് കെട്ടുന്ന പോലെ തട്ടി കളിക്കുക, വീട്ടിലത്തെ ജോലികൾ എടുപ്പിക്കുക, ഇടങ്ങാറാക്കുക. റബ്ബേ, ബ്ലഡ് റിസൾട്ട് കിട്ടാൻ അവർ രണ്ടുപേരും അവിടെ കാത്തിരിക്കുകയാണ്. ഉമ്മ എന്ത് നിങ്ങൾ ആലോചിക്കണത്? മോളെ ഒന്നുമില്ലേ, ഞാനിങ്ങനെ ഓരോ ചരിത്രങ്ങൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ ചരിത്രം ഇങ്ങനെ ആലോചിച്ചാണ് ഞാൻ. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സായപ്പോഴാണല്ലോ ആമിന ബീവി പറഞ്ഞത്, നമ്മുടെ ഉപ്പുണ്ട്, പിതാവുണ്ട്, പിതാവ് ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് ഖബർ സിയാറത്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആമിന ബീവിയും ഉമ്മു ഐമൻ എന്ന് പറഞ്ഞിട്ട് ഒരു നീഗ്രോ വനിത ഉണ്ടായിരുന്നല്ലോ. ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആമിന ബീവിൻ്റെ ഒക്കെ ഒരു സേവനം ചെയ്യുന്ന, അവർക്ക് എല്ലാത്തിനും ഹെൽപ്പറായിട്ടുള്ള ഒരാൾ. അങ്ങനെ അവർ 3 പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പുറപ്പെട്ട് സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ആമിന ബീവിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അസ്വസ്ഥത അനുഭവപ്പെടുന്ന സമയത്ത് ബീവി അവിടെ നിന്ന് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു രംഗം ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും മരണപ്പെട്ടു, പിതാവ് ഏതായാലും ഇല്ല, ഉമ്മയും മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഹബീബിന് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ മയ്യത്തിൻ്റെ മുകളിൽ നിന്ന് ആ പിഞ്ചു മോനെ എടുക്കാൻ ഉമ്മയമ്മിന് ഒരുപാട് കഷ്ടപ്പെട്ടത്രേ, ഒരുപാട് വേദനിച്ചു എന്ന് പറഞ്ഞു. എന്തായിരിക്കുമല്ലേ. ഏതായാലും ഉമ്മയമ്മൻ തന്നെയാണ് അവരെ മറമാടിയത്, ഖബർ കുഴിച്ച് മറമാടിയതെന്നൊക്കെയാണല്ലോ പറഞ്ഞ് കേൾക്കണത്. ഹബീബിനെ, മുത്ത് ഹബീബിനെ അവിടെ നിന്ന് വേർപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടത്രേ. കാരണം അത്രക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ 6 വയസ്സ് പറഞ്ഞാൽ ബുദ്ധി വെച്ച കുട്ടികളായില്ലേ. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും ഉമ്മയമ്മനാണ് പിന്നെ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഉമ്മയമ്മൻ നല്ലോണം നോക്കിയെന്ന് പറഞ്ഞു. ഈ കുട്ടീനെ, നമ്മുടെ ഹബീബിനെ നല്ലോണം നോക്കി. അപ്പോൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹാലോചനയുടെ കാര്യത്തിൽ ഇങ്ങനെ വരലൊക്കെ തുടങ്ങിയല്ലോ. അതായത് വിവാഹം കഴിക്കണം അല്ലോ, എൻ്റെ മോനെ കൊണ്ട് മോനെ പോലെ നോക്കല്ലേ, മോനെ നമുക്കൊരു വിവാഹമൊക്കെ കഴിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിചാരിച്ചെന്താണല്ലോ, ഉമ്മു ഐമൻ എൻ്റെ ഉമ്മയാണ്, ശരിയാണ്, പക്ഷേ എൻ്റെ ഉമ്മാക്കൊരു ജീവിതമില്ലാതെ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടെന്താ, എൻ്റെ ഉമ്മ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരില്ലേ. അങ്ങനെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉമ്മു ഐമൻ വിവാഹിതയാകാണ്. അങ്ങനെ അതിലൊരു കുഞ്ഞുണ്ടായി. എന്തൊക്കെ തന്നെയാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു. എന്നാൽ വീണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ ഉമ്മ, ഒരു കുഞ്ഞുണ്ട് എങ്കിലും ഉമ്മാനെ സംരക്ഷിക്കാൻ ഒരാളില്ലല്ലോ. അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, അല്ലയോ സ്വഹാബത്തെ, എൻ്റെ ഉമ്മാക്ക് പറ്റിയ ഒരു ആളെ വേണം. ആ ആളെ ആരാണ് അദ്ദേഹത്തെ അവർ വിവാഹം കഴിക്കുന്നത്, അവർക്ക് സ്വർഗത്തിലൊരു ഭാര്യനെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനുവേണ്ടി മുന്നോട്ട് വന്നു എന്നോ. അങ്ങനെ ആ ബീവി 2ാമത് വിവാഹം കഴിച്ചു. അങ്ങനെ ഒരിക്കൽ പോലും സ്ത്രീകളെ ഒറ്റപ്പെട്ട് വിധവകളെ അങ്ങനെ നിർത്താൻ വിധവകളായാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കാതെ നിൽക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കാത്തു നിൽക്കുകയാണ് സ്വർഗത്തിൽ. കാരണം സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ആദ്യം നോക്കണം നമ്മൾ എൻ്റെ ഉമ്മത്തുകൾ എവിടെയെന്നാണ്, അതാണ് നോക്കുന്നത്. എല്ലാവരും ചോദിക്കും, നിങ്ങളെന്താ നോക്കുന്നത്, എൻ്റെ ഉമ്മത്തുകൾ എല്ലാവരും കയറിക്കണോ സ്വർഗത്തിൽ, അതാണ് നോക്കുന്നതല്ലോ. അതിനിടയ്ക്ക് ഒരു കൂട്ടം പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് വരും അത്രേ. അപ്പോൾ അതാരാണല്ലോ, വിധവകളായ പെണ്ണുങ്ങൾ. ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു പോയി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് മക്കളെ വളർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേക സ്വർഗത്തിൽ സ്ഥാനമുണ്ടത്രേ. അങ്ങനെ വിധവകളായ ഒരു കൂട്ടം പെണ്ണുങ്ങൾ കയറി വന്നു എന്ന്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല പെണ്ണുങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്, ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കണം, അതാണ് എപ്പോഴും ഇഷ്ടം. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഞാനൊരിക്കലും ഒരു വിധവയല്ല, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല,
എനിക്ക് ഒന്നുമില്ല, ക്രൂരമായ പീഡനങ്ങൾ. ഒന്ന് കാല് വേദനയായിട്ട് ബെഡിൽ കയറി കിടന്നപ്പോൾ തന്നെ എന്നെ ചവിട്ടി തള്ളിടുകയാണ് ചെയ്തത്. റബ്ബേ. അവളുടെ കണ്ണുകളിലൂടെ ആ കണ്ണുനീരിങ്ങനെ ഉറ്റി വീഴുന്നത് ഐഷുമ്മ ശ്രദ്ധിച്ചു. മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല അമ്മ, ഞാൻ ഓരോന്ന് ആലോചിച്ചു പോയി. മോളെ, സാരല്ല. പെട്ടെന്ന് അതാ വിളിക്കുന്നു, സമീറ. ആ. ഐഷുമ്മയും അവളും അങ്ങോട്ട് ചെന്നു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഇതുവരെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാവുമല്ലേ? ഇല്ല. ആ, മോൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമാണ് കേട്ടോ. തൈറോയിഡിൻ്റെ മെഡിസിൻ ഞാൻ എഴുതുന്നുണ്ട്. അത് 2 നേരം കുടിക്കുക. 2 നേരം കുടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ആവശ്യമില്ലാത്ത ശരീരത്തിൽ ഈ തടി കൂടിക്കൂടി വന്ന തൈറോയിഡിൻ്റെ ഗ്രന്ഥിൻ്റെ പ്രശ്നം കൊണ്ടാണ്, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കഴിച്ചാൽ മോൾ നോർമലായി വരും, നോക്കിക്കോ. സത്യം പറഞ്ഞാൽ ഐഷുമ്മ വിചാരിച്ചു, പഠിച്ചോനെ അല്ലാ, പെട്ടെന്ന് നീ എല്ലാം റെഡിയാക്കി കൊടുക്കല്ല. അപ്പോൾ തന്നെ അവൾക്കുള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം ഡോക്ടർ എഴുതി. ഇനി 1 മാസം കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കണം കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാമല്ലോ, ഇപ്പോഴത്തെ വെയിറ്റും അപ്പോഴത്തെ വെയിറ്റൊക്കെ ഒന്ന് നോക്കാമല്ലോ. സന്തോഷത്തോടെ അവർ ഇറങ്ങി മെഡിസിൻ വാങ്ങി വീട്ടിലേക്ക് അവർ പോവുകയാണ്. മോളെ, എന്തെങ്കിലും വാങ്ങണോ? വേണ്ടും, എല്ലാം ഉണ്ടല്ലോ അവിടെ. ആ, ആയിക്കോട്ടെ. ഉമ്മ പറഞ്ഞ ആ ഒരു കഥകൾ ആലോചിച്ചിട്ട് സമീറ ഒരു നിമിഷം ആലോചിച്ചു പോയി. റബ്ബേ, സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക് അത്ര ബഹുമാനമാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നത്. റബ്ബേ, ഇവിടെയൊക്കെ ഇപ്പോഴൊക്കെ എന്നെയൊക്കെ ആട്ടി വിടുകയാണ് എല്ലാവരും. എല്ലാവരും എന്നെ ചീത്ത പറയാണ്, പണിയെടുപ്പിക്കുകയാണ്, പറഞ്ഞേക്കാണ്. ഒരു നിമിഷം അവൾ ആലോചിച്ചു, റബ്ബേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. എന്നാലും അൽഹംദുലില്ലാ, പുത്തൻ വീട് തറവാട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്, വല്ലാത്തൊരു സന്തോഷം തന്നെ. എന്നാലും റബ്ബേ, ആ ഒരു നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ, അതന്നെ വലിയത്. അവർ അകത്തേക്ക് കയറി. മോളെ, ശരിക്കും മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. പെട്ടെന്നതാ ഷമ്മാസിൻ്റെ ഫോൺ ഉമ്മാക്ക് വരുന്നു. മോനാണല്ലോ വിളിക്കുന്നത്. ഹലോ ഉമ്മ. ആ, പിന്നെ ഇന്ന് നമ്മൾ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഗസ്റ്റോ? ആരാ മോനെ? അത് ഗസ്റ്റ് എന്ന് വെച്ചാൽ ഉമ്മ, ഒരു കുഞ്ഞു ഗസ്റ്റാണ്. എന്ന് വെച്ചാൽ ഉമ്മ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഷെരീഫ് ഫൈസി, എൻ്റെ കൂട്ടുകാരന്, എൻ്റെ കൂടെ പഠിച്ചിരുന്നല്ലോ. ആ മോനെ, ഭാര്യ മരിച്ചതല്ലേ? ആ, അത് കുഞ്ഞു മോളുണ്ട്, ഉസ്താദാണെങ്കിൽ അവിടെ പള്ളിയിലാണ്. അപ്പോൾ നാളത്തെ വീട്ടുകൂടലിനൊക്കെ ഞാൻ സുബീക്കനെ പങ്കെടുക്കാൻ വേണ്ടി മൂപ്പരോട് പറഞ്ഞിരുന്നു. അപ്പോൾ പള്ളിയിൽ ഇനിയിപ്പോൾ കുട്ടിനെ കൊണ്ട് നിർത്തുകയെന്ന് വെച്ചാൽ അത് കുറച്ച് പ്രയാസമല്ലേ, കാരണം പള്ളിയൊക്കെ ആകുമ്പോൾ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുമല്ലേ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു മോനെ, അതിനെന്താടാ, ഉമ്മാൻ്റെ കുട്ടി അവരോട് ഇങ്ങോട്ട് വരാൻ പറയ്, ഇവിടെ നിന്നോട്ടെ. ഉമ്മക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ആ ഉമ്മ ഇന്ന് കുട്ടിയെ കൊണ്ടുവരും അത്രേ അവർ അവിടെ. അപ്പോൾ വിളിച്ച് ചോദിച്ച് 4 മണിക്കൊക്കെ പോകണമല്ലോ അങ്ങോട്ട്. അപ്പോൾ പിന്നെ മൗലിദിനൊക്കെ കൂടാനൊക്കെ, അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലൊന്ന് നിർത്താൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ശരിക്കും ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷമാണ് റബ്ബേ, വല്ലാത്തൊരു റാഹത്ത് അത് കേട്ടപ്പോൾ. മോനെ, എപ്പോഴാടാ? ഉമ്മ, കാര്യങ്ങളൊക്കെ സെറ്റ്, ഒക്കെ റെഡിയാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. മോളെ സമീറ. ആ ഉമ്മ. ആ പിന്നെ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, ഉസ്താദ് ആ കുട്ടിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേ, ഉമ്മ മരിച്ച കുട്ടിയാണ് അത്. ഉമ്മല്ല, 1 വയസ്സായപ്പോൾ ഉമ്മ എന്തെന്നറിയില്ല, പെട്ടെന്ന് നെഞ്ചുവേദന എന്തായതാവും, അള്ളാഹ്ക്കറിയാം. അതിൻ്റെ ശേഷം ഉസ്താദിന് തീരെ ഒരു ഉഷാറില്ലേനു. ഇപ്പോൾ ഇങ്ങോട്ട് ആയതാണ്. ഇപ്പോൾ പള്ളിയിലൊക്കെ എല്ലാവരും കൂടി കൂട്ടുകാരൊക്കെ പറഞ്ഞിതാക്കിയോ, അത് ആ ഫീൽഡിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തത്. ഭാര്യ മരിച്ചതിന് ശേഷം മൂപ്പർക്ക് ഒരു സുഖവും സമാധാനം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കുട്ടി ഓളെ വീട്ടിലൊക്കെ തന്നെയാണ്, പക്ഷെ സമാധാനമല്ല. അപ്പോൾ നാളെ കുട്ടിക്കൊരു കല്യാണം കുടിരിക്കലൊക്കെ പറഞ്ഞാൽ കുട്ടിക്കൊരു പൂതിയല്ലേ, സാധാരണ ഉമ്മമാരെപ്പോൾ എല്ലാവരും പോലെ. അതുകൊണ്ട് കുട്ടിനെ കൂട്ടി ഉസ്താദ് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ പുലർച്ചെ നമുക്ക് പോകേണ്ടതല്ലേ, അപ്പം നമുക്ക് ഒരുമിച്ചാണ് പോവുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. ഉമ്മ, അതിനെന്താ, അല്ല എവിടെ അവരൊക്കെ എടുക്കണാവല്ലേ? മോളെ, ഇനി ഉസ്താദ് നിൽക്കുമോ എന്തോ അറിയില്ല. ഇനി കുട്ടീനെ ഉമ്മ കുട്ടീനെ നമുക്ക് എങ്ങനെ വെച്ചാൽ നോക്കിയിരുന്നു. എന്തെന്നറിയില്ല, സെമിയറൊക്കെ കുട്ടി എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആയത്. ഉമ്മ ഇവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കൊണ്ടുമ്മ, എനിക്കെൻ്റെ
നാത്തൂൻ്റെ ഒരു കുട്ടിയുണ്ട്, എനിക്ക് എന്ത് ഇഷ്ടം ഓളെന്നോ, പക്ഷെ തൊടാൻ സമ്മതിക്കൂല. ഞാൻ തൊടുമ്പോത്തിന് പറയും അതിന് തൊടണ്ട, ഈ അതിന് തൊട്ടാൽ കേടരും, മച്ചിയാണ് ഈ അങ്ങനെ പറഞ്ഞ് എന്നെ ഒരുപാട്. മോളെ വിഷമിക്കണ്ട. എന്നാൽ ഷമ്മാസ് അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു. ആ ഉമ്മ, ഉസ്താദും കുട്ടിയും ഞാനും കൂടി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരട്ടോ. മോളെ ഫുഡൊക്കെ ഫുഡൊക്കെ ഉണ്ട്, ഫുഡെല്ലാം ഉണ്ട്, ചോറുണ്ട്, കറിയുണ്ട്, സാധാ ചോറാന്നേ ഉള്ളൂ കേട്ടോ. മോളെ വേണേ കുറച്ച് മന്തി ബിരിയാണി എന്തെങ്കിലും കൊണ്ടിരിക്കുക. ആ എന്തിനമ്മ വേണേ വെച്ചാൽ പോരെ, ഞാൻ വേണേ വെക്കാലോ. ചിക്കൻ ഉണ്ട്, എല്ലാ സംഭവങ്ങളും, ചിക്കനും ബീഫും ഉണ്ട്, തൈര് മല്ലിച്ചപ്പ് പച്ചമുളക് വെളുത്തുള്ളി എല്ലാ സംഭവം ഉണ്ട്, ബിരിയാണി അരിയൊക്കെ ഉണ്ടല്ലോ. വേണേ വെക്കാലോ, കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മന്തിയോ ബിരിയാണിയോ വേണ്ട മോളെ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയെന്ന് കുഴങ്ങില്ലേ. ഇല്ലമ്മ ഒരു കുഴപ്പമില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ സമീറ ഒരു ബിരിയാണിയും റെഡിയാക്കുന്നു. ആ കുട്ടീനെയും കൊണ്ടൊക്കെ വരില്ലേ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരില്ലേ. അവൾ പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി പരിപാടി തയ്യാറാക്കുന്നു. ഉമ്മ പോലും അത്ഭുതപ്പെട്ടു. എൻ്റെ പെണ്ണ് ഇതൊക്കെ എത്ര പെട്ടെന്നായി തൊലിച്ചുണ്ടാക്കിയത്, ഞാൻ ഒരു ഉള്ളി തൊലിച്ചിട്ട് വിചാരിച്ചപ്പോൾ എൻ്റെ ചതക്കലും കഴിഞ്ഞിക്കണ്. ഉമ്മ അതൊന്നും എനിക്ക് വിഷയമില്ല, ഞാൻ വേഗം വേഗം ചെയ്യും. അവൾ പെട്ടെന്ന് തന്നെ അതാ ബിരിയാണി വെക്കുന്നു. വേഗം ചോറ് തിളപ്പിച്ചൂറ്റി ദമ്മിടുന്നു. മോളെ ഉമ്മ അത് ദമ്മിട്ടിട്ടോ, ഇനി ഉമ്മ വരുന്നും വേണ്ട. ശരിക്കും ഉമ്മ കുറച്ച് പായസം ഉണ്ടാക്കല്ലേ, സേമിയുണ്ട്, പാലുണ്ട്, ചവ്വരിണ്ട്, മിൽക്ക് മെയ്ഡ് എല്ലാം ഉണ്ട്. മോളെ എനിക്ക് കയ്യടി അതൊക്കെ, ഉമ്മ നിങ്ങൾ വിഷയാക്കണ്ട. പെട്ടെന്ന് തന്നെ അവൾ അതും വേഗം പായസവും ഉണ്ടാക്കി, അതിലേക്കുള്ള സാലഡും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി. ഇനി വെറുംചോറ് വേണമെങ്കിൽ അതും ഉണ്ടാക്കിയുള്ള സാമ്പാറും മീൻ പൊരിച്ചതും ഉപ്പേരി അതും ഉണ്ട് വേറെ വേണമെങ്കിൽ. ഉമ്മ അതാ വീണ്ടും ഷമ്മാസിനെ വിളിച്ചു നോക്കും. മോനെ പോന്നോ ഉമ്മ, ഞങ്ങളാണ്ട് എത്തുന്നുണ്ട്. ഉമ്മ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ബിരിയാണി മന്തി എന്തെങ്കിലും വാങ്ങി ഉസ്താദിനെ കൊണ്ടുവരല്ലേ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ മോനെ മോനെ ഒന്നും വേണ്ട. ആ എന്തമ്മ വീട്ടിൽ ചോറുണ്ട് ഉമ്മ, സാധാ ചോറല്ല, ഇനി വേണേൽ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, നമുക്ക് എന്തെങ്കിലും. മോനെ ബിരിയാണി വെച്ചേക്കുന്നത് സമീറ, പായസം വെച്ചേക്കണേ. മാഷാ അല്ലാ തന്നെ അല്ലാ. എന്നാൽ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് ഷമ്മാസ് പോകുന്നു. കുട്ടി വന്നിട്ടുണ്ട്, കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഉപ്പച്ചി നമുക്കിന്ന് ഉമ്മച്ചിൻ്റെ ഖബർ കാണാൻ പോയാലോ? തൻ്റെ പിതാവിനോട് ആ കുഞ്ഞിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് നാളെ പോവാം മോളെ, ഇനിയിപ്പോൾ അവിടുന്ന് അല്ല, എനിക്ക് കാണണം, എനിക്ക് ഉമ്മച്ചിൻ്റെ അടുത്ത് പോകണം. ആ കുഞ്ഞിൻ്റെ വാക്കുകൾ അതായിരുന്നു. പൊന്നുമോളെ ഇനി അങ്ങോട്ട് കുറേ പോകണ്ടേ, നമ്മളിവിടെ എത്തിയില്ലേ, നമ്മളെപ്പോൾ ഒരാൾ കാണാൻ വരും. ആരാണിപ്പോൾ അത്? നമ്മളൊരു കാറിൽ പോവും അവർ വീട്ടിലേക്ക്. ഇന്ന് നമ്മൾ അവിടെ നിൽക്കും. എന്താ പറ്റുന്നുണ്ടെങ്കിൽ ഉപ്പച്ചി ഇങ്ങോട്ട് പോരുട്ടോ. എൻ്റെ ഉപ്പച്ചി ഇല്ലാതെ ഞാൻ നിൽക്കൂല. അത് നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും കുഞ്ഞിനെ അവിടെ പറ്റുമെങ്കിൽ നിർത്തി പള്ളിയിലേക്ക് തിരിച്ചു പോരണം എന്നായിരുന്നു ഉസ്താദിൻ്റെ ചിന്ത. പക്ഷേ അത് ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. റബ്ബേ, എൻ്റെ കുട്ടിയുടെ ഉമ്മ ഉണ്ടെങ്കിൽ അവളെടുത്ത് ആക്കി കൊടുത്താൽ മതിയായിരുന്നല്ലോ അല്ലാ. അപ്പോഴതാ ഷമ്മാസിൻ്റെ കാറ് വരുന്നു. ശരിക്കും ഉസ്താദ് അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാ, മോളെ അങ്ങോട്ട് നോക്ക്. ഹായ്, അതാര് കാറാണ്? അതൊരു മാമൻ്റെ കാറാണ് കേട്ടോ. മോൾക്ക് നമുക്ക് മാമൻ്റെ കൂടെ ഇരുന്ന് പോകണം കേട്ടോ. അവൾക്ക് സന്തോഷമായി. ഉപ്പച്ചി, നമ്മൾ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിലല്ലേ നമുക്ക് ഉമ്മച്ചിക്ക് ആ കാറിൽ പോയിരുന്നില്ലേ? മകളുടെ വീണ്ടും ഉമ്മയെ പറ്റിയുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. മോളെ ഇൻഷാ അല്ലാ ഒക്കെ റെഡിയാകും. ഉസ്താദെ അസ്സലാമു അലൈക്കും. വാലൈക്കും. ആഹാ, ഇതാരെ പൊന്നു മോളെ, 3 വയസ്സുള്ള ആ ഒരു പൊന്നുമോളെ ഷമ്മാസ് വാരിയെടുത്തു. പടച്ചോനെ, സുന്ദരി വാവയാണല്ലോ. എന്താ മോളുടെ പേര്? എൻ്റെ പേര് ഐഷു. മാമൻ എന്നെ അറിയോ? എൻ്റെ സ്നേഹിതനാണ് കേട്ടോ, എൻ്റെ കൂടെ പഠിച്ച നിൻ്റെ ഉപ്പച്ചിയുടെ മോളല്ലേ, അപ്പം എനിക്കും അറിയില്ലേ. ഐഷു, എൻ്റെ പേര് ഐഷു എന്നാണ് കേട്ടോ. ഐഷു കുട്ടി, എന്നാ വാ ഉസ്താദെ, കയറിയാലോ? പോവല്ലേ, എന്തെങ്കിലും എടുക്കാണ്ടോ? ഐഷുവിന് ഒരു ഉടുപ്പ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പോകുന്ന വഴിയിൽ. അവൾക്ക് ഇപ്പോൾ കുറച്ചേക്കിന് എടുത്തിട്ട്. ഉസ്താദ് വിഷയമല്ല, നിങ്ങൾ കയറി. അങ്ങനെ അതാ ഐഷും അവരും ഉസ്താദും കൂടെ അതാ വാഹനത്തിൽ കയറി. എന്നാൽ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിലായിക്കൊണ്ട് അതാ ഷമ്മാസ് വണ്ടി നിർത്തി. വരൂ ഉസ്താദെ. മോനെ അത് എന്തേ? അല്ലേ ഐഷുവിൻ്റെ ഉടുപ്പ് അല്ല, അത് ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. അല്ലല്ല, നിങ്ങൾ വരി ഉസ്താദെ, നിങ്ങളും ഡ്രസ്സ് എടുത്തോളി.
ഐഷുവിനും എടുക്കാം. മോൾക്ക് ഈ ഉടുപ്പ് പറ്റുക? നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരി വാവൻ കേട്ടോ. എന്തായാലും വേണ്ടില്ല, നാളെ കുടിരിക്കലല്ലേ. സമീറാക്കും നുസൈബാക്കും ഉമ്മാക്കും വല്യമ്മാക്കും ഒക്കെ ആയിട്ട് ഓരോ പർദ്ദകൾ എടുക്കാം. അതുപോലെ ഇളാമാക്കും എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടോട്ടെ അല്ലേ, പുതിയ വീടല്ലേ, എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അപ്പോൾ തന്നെ ഷമ്മാസിന് ഇഷ്ടത്തിന് അങ്ങോട്ട് കളക്ട് ചെയ്യുന്നു. നോക്കിയിട്ടൊന്നുമില്ല, എല്ലാവർക്കും പർദ്ദ തന്നെ അങ്ങോട്ട് എടുത്തു, വേറൊന്നും നോക്കാമല്ലോ. എന്തൊക്കെ തന്നെയാലും സാധനങ്ങളെല്ലാം വാങ്ങി അവരതാ പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്തേക്ക് വരുന്നു. ഉമ്മ നോക്കി നിൽക്കായിരുന്നു. എവിടെ റബ്ബ ഇവല്, സമയം കുറേ ആയല്ലോ, വിശന്നിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഷമ്മാസ് വഴിയിൽ വെച്ച് തന്നെ അവർക്ക് ജ്യൂസെല്ലാം വാങ്ങിക്കൊടുത്തിരുന്നു. പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്തേക്ക് അതാ ഷമ്മാസിൻ്റെ വാഹനം കടന്നു വരുന്നു. ഉമ്മ അത് നോക്കി നിൽക്കുന്നു. മാഷാ അല്ലാ, ഇതാ വരുന്നു എൻ്റെ കുട്ടി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.